വയനാട് പുനരധിവാസത്തിനുള്ള കേന്ദ്ര വായ്പാ വിനിയോഗത്തിന് കൂടുതൽ സമയം ആവശ്യപ്പെടുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. പദ്ധതി തുടങ്ങിവെക്കുന്നതിനാണ് ആദ്യ പരിഗണന എന്നും ധനമന്ത്രി പറഞ്ഞു. വയനാടിനെ വായ്പ തന്നിട്ട് 1.5 മാസം കൊണ്ട് ചെലവഴിക്കണമെന്ന് കേന്ദ്രം പറഞ്ഞതിനെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. എങ്കിലും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള നീക്കത്തിലാണെന്ന് മന്ത്രി അറിയിച്ചു. ഇത്രയും വിവരം കെട്ട ഒരു മുന്നണി UDF ഉണ്ടോ? വയനാട്ടിലെ പ്രതിസന്ധിക്ക് സമ്പൂർണ്ണ ഉത്തരവാദി കേരള ഗവൺമെന്റാണ്. ഭൂമി ഏറ്റെടുക്കൽ നടന്നിട്ടില്ല, എസ്റ്റേറ്റുമായിട്ടുള്ള തർക്കം പരിഹരിച്ചിട്ടില്ല, മാസ്റ്റർ പ്ലാൻ ഇതുവരെ അന്തിമമായിട്ടില്ല, കയ്യിലുള്ള കാശെടുത്ത് എങ്ങനെ ചെലവഴിക്കുമെന്നുള്ളതിനെക്കുറിച്ച് പദ്ധതിയില്ല, ഇപ്പം കിട്ടിയ ധനസഹായം എങ്ങനെ വിനിയോഗിക്കും ഒന്നുമില്ല, ഒരു തരത്തിലുള്ള പ്ലാനും ഇല്ല. നിങ്ങളിപ്പോൾ പുത്തുമലയിലും കവളപ്പാറയിലും ഇത് നടത്തിയല്ലോ പുനരധിവാസം. അതിനെക്കുറിച്ച് എന്താണ് UDFനും നേതാക്കന്മാർക്ക് പറയാനുള്ളത്? എന്താ അവിടെയൊക്കെ നടന്ന പുനരധിവാസം? എന്താ റീബിൽഡ് കേരള? മഹാപ്രളയത്തിന് ശേഷം സഹസ്രകോടിക്കണക്കിന് രൂപ ഖജനാവിൽ വരുത്തിയിട്ട് എവിടെ റീബിൽഡ് കേരള? എന്നിട്ട് പറയാം യോജിച്ച സമരത്തിന് പോവുകയാണ് മോദിക്കെതിരെ. നാണമുണ്ടോ സുധാകര, സതീശ? നിങ്ങൾ എന്ത് യോജിച്ച സമരത്തിനാണ് പോകുന്നത്? സർക്കാരിനെ രക്ഷപ്പെടുത്തുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? LDFനെ സഹായിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? തലയിൽ ആൾ താമസം വേണ്ടേ? ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവർ ചോദിച്ചത് വായ്പയാണ്, പലിശരഹിത വായ്പ. പിന്നെന്താ നിങ്ങൾ തിരുത്തിയോ ആരെങ്കിലും? നിങ്ങളില്ല സാർ, നിങ്ങളുടെയൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ കണ്ടു. നിങ്ങൾക്ക് വേറെ ജോലി, നിങ്ങൾ ചുമ്മാ ഒരു കാര്യം അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒരു ബ്രേക്കിംഗ്, അപ്പോഴേക്ക് സതീശൻ കൊടയെടുത്തിട്ട് ഇറങ്ങും. ഇതാണോ പ്രതിപക്ഷത്തിന്റെ ജോലി? എന്തിനാ ചോദിച്ചെന്ന് അവർ മനസ്സിലാക്കണ്ടേ? കേരള ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവിൽ എന്ത് കാര്യം നടന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവും, അത് നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഇതിനു മുമ്പ് ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പുത്തുമലയിൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട്, കവളപ്പാറയിൽ ദുരന്തം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ എന്ത് നടന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളത് ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുമോ? ഇല്ല. ഇതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അതിന് പകരം പ്രതിപക്ഷം ഞങ്ങൾ യോജിച്ച സമരത്തിന് നീ യോജിച്ച സമരം നടന്നിട്ടും മോദിയുടെ മൂക്കിൽ വലിക്കാൻ പോകില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് അതിലൊരു തട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് ഏത് കാര്യമാണ്? ശശി തരൂരിൻ്റെ പ്രസ്താവനയും UDFന്റെ പ്രതിഷേധവും UDF പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എടുക്കുന്ന അവിവേകപൂർണ്ണമായിട്ടുള്ള നിലപാടുകളെക്കുറിച്ചാണ് ഇന്ന് നടത്തിയത്. നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാ കാര്യവും ഇന്ന് ചോദിക്കല്ലോ, നാളെ ചോദിക്കല്ലോ. ധനവിനിയോഗത്തിന്റെ വിഷയം കേന്ദ്രത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ധനമന്ത്രി പറഞ്ഞു. അതേസമയം പുനരധിവാസവും ടൗൺഷിപ്പ് പദ്ധതിയും നടപ്പാക്കുന്നതും സ്പെഷ്യൽ ഓഫീസറുടെയും പദ്ധതി കരാറിന്റെയും പ്രവർത്തനങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നതും ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഏകോപന സമിതിയാണ്. ധനം, ജലവിഭവം, ഊർജം എന്നീ വകുപ്പുകളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും തദ്ദേശം, റവന്യൂ വകുപ്പുകളിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും സമിതിയിൽ അംഗങ്ങളാണ്. ഇവർക്ക് പുറമെ ദുരന്ത നിവാരണ വകുപ്പ് കമ്മീഷണർ, വയനാട് ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർ, വയനാട് ജില്ലാ കളക്ടർ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി, ചീഫ് ടൗൺ പ്ലാനർ എന്നിവരും അംഗങ്ങളായിരിക്കും. കിഫ്കോൺ എന്ന സ്ഥാപനത്തിന്റെ സീനിയർ പ്രൊജക്ട് അഡ്വൈസർ സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായിരിക്കും. വയനാട് മേപ്പാടി പഞ്ചായത്തിലെ ടൗൺഷിപ്പ് നിർമ്മാണത്തിലുള്ള പദ്ധതി നിർവഹണ യൂണിറ്റിന്റെ നേതൃത്വം സ്പെഷ്യൽ ഓഫീസർക്കായിരിക്കും. എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നതതല യോഗമെല്ലാം ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്ത് അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധപ്പെടുത്താനും ഒരു വശത്തു കൂടി അത് അല്പം സമയം നീട്ടിക്കിട്ടാനും, വായ്പയാണ് നമ്മൾ എടുത്തേക്കുന്നത്, അല്ലാതെ ഗ്രാന്റ് അല്ല. വായ്പയാണെങ്കിലും അത് ചെലവാക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട്. ബാക്കി കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യാനുള്ള നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുക.